അപ്പോസ്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഴ്ത്തപ്പെട്ട മദർ ഏലീശ്വ ഏവർക്കും പ്രചോദനം. ലിയോ 14 പാപ്പ. ലിയോ ഫ്രം ഷിക്കാഗോ റിലീസ് ചെയ്തു. നവംബർ മാസം നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകളുടെയും പ്രതീക്ഷകളുടെയും സമയം. മാർപ്പാപ്പ. അമേരിക്കയെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക പരിഗണന നൽകണം. KCBC. വാർത്തകൾ വിശദമായി. വാഴ്ത്തപ്പെട്ട മദർ ഏലീശ്വ എല്ലാവർക്കും പ്രചോദനം. ലിയോ 14 പാപ്പ. വാഴ്ത്തപ്പെട്ട മദർ ഏലീശ്വ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രചോദനമാണെന്ന് ലിയോ 14 പാപ്പ. ദരിദ്രരായ പെൺകുട്ടികളുടെ വിമോചനത്തിനായി മദർ ഏലീശ്വ പ്രതിബദ്ധത പുലർത്തിയെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു. ബുധനാഴ്ചയിലെ പൊതുദർശന വേളയിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. നവംബർ 8 ശനിയാഴ്ചയാണ് വല്ലാർപാടം ബസിലിക്കയിൽ വെച്ച് മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് പ്രഖ്യാപനം നടത്തിയത്. ലിയോ ഫ്രം ഷിക്കാഗോ റിലീസ് ചെയ്തു. ലിയോ 14 പാപ്പയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ലിയോ ഫ്രം ഷിക്കാഗോ നവംബർ 10 റിലീസ് ചെയ്തു. 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ നൽകാൻ സഹായകരമാണ്. ഇക്കഴിഞ്ഞ ജൂണിൽ ലിയോ ഫ്രം പെറു എന്ന പേരിൽ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി റിലീസ് ചെയ്തിരുന്നു. ലിയോ 14 പാപ്പയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കാൻ സഹായകമാണ് 2 ഡോക്യുമെന്ററികളും. ഡിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ നിർമ്മിച്ച ലിയോ ഫ്രം ഷിക്കാഗോ വത്തിക്കാൻ ന്യൂസ് യൂട്യൂബ് ചാനലിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ 3 ഭാഷകളിൽ ലഭ്യമാണ്. നവംബർ മാസം നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകളുടെയും പ്രതീക്ഷകളുടെയും സമയം. മാർപ്പാപ്പ. നവംബർ മാസം നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകളും പ്രതീക്ഷകളും നമ്മിൽ ഉയർത്തുന്ന സമയമാണെന്ന് ലിയോ 14 പാപ്പ. സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും തിരുനാളുകൾ ഉൾപ്പെടെ നമുക്ക് മുൻപേ കടന്നുപോയവരുടെ ഓർമ്മകൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന മാസമാണ് നവംബർ. യേശുവിന്റെ സ്നേഹത്തിന്റെ കൽപ്പന ജീവിക്കാനുള്ള നമ്മുടെ തീരുമാനത്തിൽ ശക്തിപ്പെടാൻ വേണ്ട കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം, പാപ്പ പറഞ്ഞു. മരണമടഞ്ഞ വിശ്വാസികൾക്ക് ദൈവം നിത്യശ്വാസം നൽകട്ടെ എന്നും പാപ്പ പ്രാർത്ഥിച്ചു. അമേരിക്കയെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. അമേരിക്കയെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കും. 2026 അമേരിക്കയുടെ 250 വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഈ സമർപ്പണം. ബാൾട്ടിമോറിൽ നടന്ന അമേരിക്കൻ മെത്രാൻ സമിതിയുടെ പ്ലീനറി അസംബ്ലിയിലാണ് മെത്രാൻമാർ ഇക്കാര്യം തീരുമാനിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദളിത് ക്രൈസ്തവരെ മത്സരിപ്പിക്കണം. KCBC. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക പരിഗണന നൽകി അവരെ മത്സരിപ്പിക്കാൻ നേതാക്കന്മാർ തയ്യാറാകണമെന്ന് KCBC SC/ST കമ്മീഷൻ ആവശ്യപ്പെട്ടു. മതേതര ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ പട്ടികജാതി സംവരണം നിഷേധിക്കപ്പെടുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രാദേശിക ഭരണ സമിതികളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്നും KCBC ആവശ്യപ്പെട്ടു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നമുക്ക് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.